ഉണ്ടല്ലോ, നിങ്ങൾ എന്താ ചെയ്യാന്ന് തന്നെ എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? പക്ഷെ നിങ്ങൾക്ക് ആൺകുട്ടിനെയല്ലേ തന്നിരിക്കുന്നത്, പെൺകുട്ടിനെയൊന്നും ഇല്ലല്ലോ. നോക്കിക്കോളി, അവൻ പഠിച്ച് വലുതായിട്ട് ജോലിയൊക്കെ ആയിട്ട് നിങ്ങൾ നന്നായി നോക്കും. അപ്പൊ നിങ്ങളുടെ ടെൻഷനൊക്കെ മാറും. മാറിയാ മതി. ആകെ പ്രതീക്ഷ അവനിലാണ്. അത്രയ്ക്കും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് റുക്കി, അവൻ എത്രയും വളർത്തി വലുതാക്കാനും. അതിപ്പോ അവനക്കും അറിയാലോ നിങ്ങൾ കഷ്ടപ്പെടുത്താണ് അവൻ നോക്കുന്നത് എന്നുള്ളത്. വാപ്പില്ലാത്ത കുറവ് നിങ്ങൾ ഇതുവരെ വരുത്തിയിട്ടില്ലല്ലോ. പണിക്ക് പോയിട്ട് എല്ലാ കാര്യങ്ങളും അവനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്തു കൊടുക്കണില്ലേ? അതിപ്പോ അവനക്കും അറിയാലോ. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോളൂ. അവൻ വലുതാകട്ടെ, അവനക്കൊരു ജോലിയൊക്കെ ആവട്ടെ. അതുവരെ തന്നെ ഉള്ളൂ നിങ്ങളുടെ കഷ്ടപ്പാട്. അവൻ ഇപ്പൊ +2 അല്ലേ എത്തിയിട്ടുള്ളൂ. അവന്റെ പഠിത്തമൊക്കെ കഴിയട്ടെ. അവൻ നിങ്ങൾ നന്നായി നോക്കും. അതുവരെ ഉള്ളൂ നിങ്ങളുടെ കഷ്ടപ്പാട്. പറഞ്ഞു നാവെടുത്തില്ല, അത് അവൻ പോകുന്നു. ഷഫീഖേ, നീ എവിടേക്കാണെന്ന്? ഇതെന്താ മുണ്ടാണ്ട് പോണത്? പറഞ്ഞിട്ട് പോടാ, എവിടേക്കാണെന്ന്? ഇവിടെയും താത്ത, അവൻ എവിടെ പോണു? അവന്റെ കൂട്ടുകാരന്റെ അടുത്തേക്കായിരിക്കും. അവൻ ഇപ്പൊ വരുമല്ലോ. നിങ്ങൾ എന്തിനിങ്ങനെ ബേജാറാവണത്? ബേജാറാവാണ്ട് പിന്നെ എന്താ റുക്കി നീ പറയണത്? എവിടേക്കാണെന്ന് ചോദിച്ചിട്ട് മുണ്ടുണ്ടില്ല, അവൻ പോണ്. എല്ലാം കൂടി തേക്കുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നും ഉണ്ടാവില്ല. അവൻ ഇപ്പൊ വരും. നിങ്ങൾ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ശരി, ഞാൻ പോട്ടെ, അവിടെ കുറച്ച് പണികളുണ്ട്. ശരി റുക്കിയ. ഈ ചെക്കനെന്താ എവിടെ പോയി? എവിടേക്കെങ്കിലും പോകുമ്പോന്ന് പറഞ്ഞിട്ട് പോയി കൂടെ? 7:30 പോയതാണ്. സമയം 11:30 ഇനിയും കാണാനില്ല. ആകെ ബേജാറാണ്. എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ മനുഷ്യനും ഇവിടെ സമാധാനത്തിൽ ഇരിക്കായിരുന്നു. ഫോൺ വെച്ച് നോക്കട്ടെ. കട്ട് ചെയ്യണല്ലോ. വീണ്ടും കട്ടാക്കി. എവിടേക്കെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? മനുഷ്യനോട് തീ തിന്നിരിക്കാൻ പറ്റുമോ? ഇന്നത്തെ കാലത്ത് ഓരോന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നു. എവിടെ പോകുമ്പോഴേ ഒന്ന് പറഞ്ഞിട്ട് പോ. നീ എന്താണ്ടാ നിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുന്തം മെഴുകിയ പോലെ നിൽക്കണത്? വല്ലതും വായി തുറന്ന് പറഞ്ഞുകൂടെ എനിക്ക്? ആ മുടിന്റെ കോലം നോക്ക്. വല്ല മനുഷ്യക്കോലത്തിൽ നടന്നൂടെ? ആ മുടിയൊക്കെ പോയി വെട്ടിക്കൂടെ എനിക്ക്? പഠിക്കണ ചെക്കനാണിത്ര. വാതിലടച്ചോ അവൻ? എനിക്കൊരു 500 റുപ്യ തരി. 500 റുപ്യ? നീ മിന്നാന്നല്ലേ 200 റുപ്യ വാങ്ങിട്ട് പോയത്? അപ്പൊക്ക് ഇന്ന് 500 റുപ്യ ആയാ? ഞാൻ ദിവസം പൈസ തരാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് പൈസ വേണ്ടേ? എന്റെ അടുത്തുള്ള പൈസ കൊണ്ട് ഞാൻ പച്ചക്കറി വാങ്ങിട്ട് വന്നു. ഞാൻ പണിക്ക് പോയിട്ട് തന്നെ വേണം മോനെ എല്ലാ കാര്യങ്ങളും നോക്കാന്. എന്റെ അടുത്ത് ഇല്ല മോനെ പൈസ. അല്ല, അതിന് മാത്രം നിനക്ക് എന്താ ഇത്ര ചെലവ്? നിങ്ങൾ വെറുതെ കണക്കൊന്നും ചോദിക്കണ്ട. തരാൻ പറ്റുമോ നിങ്ങക്ക്? എന്തിനാണെന്ന് പറ. നീ അത്രയ്ക്ക് അത്യാവശ്യമായി ഞാൻ ആ മൈമൂനാഥാൻ്റെ അടുത്ത് വാങ്ങിച്ചു തരാ. സ്കൂളിൽ സെന്റ് ഓഫ് ആണ്, അതിന് പൈസ വേണം. അതിനല്ലേ നീ മില്ലാതെ 200 റുപ്യ വാങ്ങിട്ട് പോയത്? നിനക്ക് ഞാൻ ആ മൈമൂനാഥാൻ്റെ അടുത്ത് വാങ്ങിച്ചു തരാം. 500 റുപ്യ. ഷഫീഖേ, നീ പഠിക്കുകയാണോ? നീ പഠിക്കുകയാണോന്ന്?
ജമീല. ആ ഇക്കാക്കയാ വരി. ആ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇരിക്കാക്ക. ആ ജമീല, ഞാൻ വന്നതേ മകളുടെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവന്റെ ആദ്യത്തെ നോമ്പാണല്ലോ. അപ്പൊ അവന് നോമ്പ് തുറപ്പിക്കാൻ വിളിക്കണേ ഞായറാഴ്ച. അപ്പൊ നീ മാനിയും കൂട്ടിട്ട് വാ. ആ ഇക്കാക്ക ഞങ്ങൾ വരാം. അവനെവിടെ ഷെഫീക്ക്? ഞാൻ അവനെ കണ്ടിട്ട് കുറേയായി. ഞാൻ വരുമ്പോഴൊന്നും അവൻ ഇവിടെ ഉണ്ടാവില്ല. എന്നാ അവൻ അങ്ങോട്ട് വരുമോ? അതുമില്ല. ഇന്നും അവൻ ഇവിടെ ഇല്ലേ? ആ അവനവിടെ റൂമിലുണ്ട്, പഠിക്കായിരിക്കും. ഇക്കാക്ക വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. മക്കളിനെയൊക്കെ നന്നായി സൂക്ഷിച്ചോ. കണ്ടില്ലേ ഓരോ വാർത്തകൾ ടിവിയിലും ന്യൂസിലൊക്കെ? എന്താണ് ചെക്കന്മാര്, ചെറിയ ചെക്കന്മാരാണ് പറഞ്ഞിട്ട് കാര്യമില്ല. മയക്കുമരുന്നും കഞ്ചാവുമാണേ. ആ 10ാം ക്ലാസ് പഠിക്കുന്ന ചെക്കനെയല്ലേ കൂട്ടുകാരന്മാരൊക്കെ തല്ലിക്കൊന്നിരിക്കുന്നത്. ഇവൻ +2 അല്ലേ. നന്നായി സൂക്ഷിച്ചോട്ടെ നീ. നിനക്കുള്ളത് ആകെ ഒരു മകനാണ്. നിന്റെ ആകെ പ്രതീക്ഷ അവനിലാണ്. മനസ്സിലാവണ്ട? അതുകൊണ്ട് അവന്റെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു വെക്കണം. മനസ്സിലായ? ഷെഫീക്കേ, ഇത് മാമ വന്നിരിക്കുന്ന കണ്ടില്ലേ? നീ എന്താ ഒന്നും മുണ്ടാണ്ട് പോണത്? ഇതെന്താണ് അവൻ എന്നെ കണ്ടിട്ട് ഒന്നും മുണ്ടാണ്ട് പോണത്? അവന്റെ പോക്ക് അത്രയ്ക്ക് ശരിയല്ലല്ലോ. നീ സൂക്ഷിച്ചോട്ടെ ജമീല. പറഞ്ഞില്ല വേണ്ട, നിനക്കുള്ളത് ആകെ ഒരു മകനാണ്. ശരിട്ടാ, നോമ്പ് തുറക്കാനേ നേരത്തെ വാ. അവനെയും കൂട്ടിട്ട് വാ. നേരത്തെ വാട്ടാ. ആ ശരി ഇക്കാക്ക. എന്താ ബുക്കൊക്കെ കിടക്കണ കോലം നോക്കൂ. ബുക്കൊക്കെ കിടക്കണ കോലം നോക്കൂ. പഠിക്കുന്ന കുട്ടികളാണ് അത്ര. ഇതെന്താ ഗുളിക? ഇതെന്ത് ഗുളികയാണ്? ഞങ്ങൾക്ക് എന്താണ് അസുഖം? ൽ 10. എന്റെ പ്രതീക്ഷ മൊത്തം ഇവനിലാണ്. ഇവങ്ങനെ മാർക്ക് വാങ്ങിച്ചു വന്ന് എങ്ങനെ +2 പാസ്സാകുക? എന്റെ റൂമിൽ നിങ്ങൾ എന്തിനാ വന്നത്? അവിടെ ഒരു ഗുളിക ഉണ്ടായിരുന്നില്ലേ? അതവിടെ. നീ എന്തിനാ ഗുളിക കഴിക്കണത്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് കൊണ്ടത്. മേലെ എന്റെ റൂമിൽ വന്നിട്ടുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറും. എന്താണിത്? അവന്റെ മോൻ കണ്ടിട്ട് പേടിയാവണ്. എന്താ എനിക്ക് പറ്റിയത്? എനിക്കൊരു 1500 റുപ്യ വേണം. 1500 റുപ്യ? നീ ചോദിക്കുമ്പോ പൈസ എടുത്തരാനേ ഞാൻ എന്താ അച്ചടിച്ചോണ്ടിരിക്കണ്? എന്റെ അടുത്തൊന്നും ഇല്ല പൈസ. ഇല്ലേ? മര്യാദയ്ക്ക് എനിക്ക് 1500 റുപ്യ തന്നോളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ എന്താ ചെയ്യാന്ന് തന്നെ എനിക്കറിയില്ല. വീടിന് ലോൺ അടയ്ക്കാൻ വെച്ച പൈസ മാത്രമേ ഉള്ളൂ എന്റെ അടുത്ത്. മകനാ? ആരുടെ മകൻ? അതിന് നിങ്ങൾ ആരാണ്? എന്താണ് ഇവൻ പറഞ്ഞത്? ഞാൻ ആരാണെന്നാ? ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇക്കാക്കാനെ ഫോൺ വിളിച്ച് പറയട്ടെ. ഇക്കാക്ക, ഷെഫീഖിന്റെ പോക്ക് അത്രയ്ക്ക് ശരിയല്ല. അവനെ കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവുന്നു. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെ പൈസ പറഞ്ഞിട്ട് നടക്കുകയാണ്. കൊടുത്തില്ലെങ്കിൽ ചീത്ത പറയുക, തല്ലാൻ വരിക ഒക്കെ ചെയ്യാണ്. എന്താ കാക്ക ചെയ്യാ? എനിക്കന്ന് അവിടെ വന്നപ്പോ തന്നെ തോന്നിയതാണ് ഒരു ഡൗട്ട്. അവനക്ക് എന്നെയും കൂടി ആരാണെന്ന് അറിയണില്ല. ശരിക്കും പറഞ്ഞാൽ അവന്റെ പോക്ക് അത്രയ്ക്ക് ശരിയല്ല. ജമീല, നീ നന്നായി സൂക്ഷിച്ചോ. പറഞ്ഞില്ല വേണ്ട.
അവന്റെ റൂം ഞാൻ അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടി പോയപ്പോഴേ ഗുളിക കിട്ടി. എന്താണെന്ന് ചോദിച്ചിട്ട് അവൻ പറഞ്ഞില്ല. ആ ഗുളിക ഞാൻ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവൻ എന്നെ എന്താ പറഞ്ഞെന്ന് കയ്യും കണക്കുമില്ല. നമുക്ക് പോലീസിന്റെ അടുത്തൊന്ന് പറഞ്ഞാലോ, അവനിക്കിത് എവിടെ നിന്നാ കിട്ടണമെന്ന് അറിയാലോ. നീ ആദ്യം അവനെ വിളിച്ചിട്ടേ മയത്തിൽ കാര്യങ്ങളൊക്കെ ചോദിക്കി, എന്നിട്ട് പറയാ പോലീസിന്റെ അടുത്ത്. ഇക്കാക്കൊന്ന് ഒന്നിങ്ങോട്ട് വരുമോ? ഞാനാ? എനിക്ക് പേടിയാണ്. ഇങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോഴേ സൂക്ഷിക്കണം. അവർക്ക് എന്ത് മാമ, എന്ത് ബന്ധം, എന്ത് കുടുംബം. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാലേ അവര് നമ്മളെ കൊല്ലും. എനിക്ക് പേടിയാണ്. കണ്ടില്ലേ 5 പേരിനെ ചുറ്റിയും കൊണ്ട് കൊന്നിരിക്കുന്നത്. പൈസ കൊടുക്കാത്ത അതിന്റെ ദേഷ്യം. അതുപോലെ ഞാൻ അവന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ അവനെന്നെ കൊല്ലില്ലേ. ഞാനൊന്നുമില്ല. നീ എന്താ വെച്ചാൽ സൂക്ഷിച്ചും കണ്ടിട്ട് സംസാരിക്ക്, മനസ്സിലാകണ്ട. പോരാത്തതിനെ എന്റെ മകളുടെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കുടുംബക്കാരറിഞ്ഞു കഴിഞ്ഞാലേ എനിക്ക് നാണക്കടല്ലേ, എന്റെ മകൾക്ക് നാണക്കടല്ലേ. അതുകൊണ്ട് ഈ കാര്യത്തിനൊന്നും നീ എന്നെ വിളിക്കണ്ട, മനസ്സിലാകണ്ട. നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ നീ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ നോക്ക്. നിനക്ക് എന്തെങ്കിലും ആവശ്യമില്ലെങ്കിൽ നീ എന്നെ വിളിച്ചോ, അല്ലാണ്ട് ഈ കാര്യം പറഞ്ഞിട്ട് എന്നെ വിളിക്കണ്ടാട്ടാ. എനിക്ക് പേടിയാണ് അമ്മോ. നിക്കവിടെ. നീ കഞ്ചാവ് വല്ല മയക്കുമരുന്ന് എന്തെങ്കിലും ഉപയോഗിക്കണ്ട? ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് എന്റെ കാര്യത്തിൽ ഇടപെടാൻ? ഞാൻ ആരാണെന്നാ? നിന്നെ ജനിപ്പിച്ച നിന്റെ ഉമ്മ. ജനിപ്പിച്ചല്ലോ. നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനി ഞാൻ തീരുമാനിച്ചോളാം ഞാൻ എങ്ങനെ ജീവിക്കണം വേണ്ടെന്നുള്ളത്. നിങ്ങൾ ഓവറായിട്ട് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ട. ഇടപെടാൻ വന്നാലുണ്ടല്ലോ വിവരം അറിയും നിങ്ങൾ. അവിടെ കിടക്കട്ടെ. ഇല്ല, തുറക്കില്ല. നീ അവിടെ കിടക്ക് 2 ദിവസം. ഇല്ലടാ, തുറക്കില്ലടാ. പ്പെട്ട 19-കാരൻ അമ്മയെ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു. ലഹരി ഉപയോഗിച്ച പരിസരവാസികളുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ കഴുത്തിന് പിടിച്ചു, മുഖത്തടിച്ചു, വീടടിച്ചു തകർത്തു, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നിങ്ങനെ പോവുകയാണ് സംഘമാർ. MDMA-യുടെ വ്യാപനം സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. ഒരിക്കൽ ഉപയോഗിച്ചാൽ ഇതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നവർ വിരളമെന്നും വർഷങ്ങളോളം ലഹരി വിരുദ്ധ സ്ക്വാഡ് പ്രവർത്തിച്ച ഈ ഉദ്യോഗസ്ഥൻ പറയുന്നു. വാപ്പയില്ലാത്തതല്ലേന്ന് പറഞ്ഞിട്ട് കൊഞ്ചിച്ച് വളർത്തി. ഇവ എങ്ങനെയായല്ലോ. എനിക്കിനി ആരാണുള്ളത്? എല്ലാവർക്കും ഇവനൊരു ബുദ്ധിമുട്ടാവും. എനിക്കറിയില്ല ഇവൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇവൻ്റെ പോക്ക് ശരിയല്ലല്ലോ പഠിച്ചവനെ. സഹായിക്കാനും ആരുമില്ല. ഇക്കാക്കയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിന് വരില്ല എന്നും പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ആരെയും സഹായത്തിന് വിളിക്കുക? എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഇവങ്ങനെ നടന്നു കഴിഞ്ഞാൽ സമൂഹത്തിനും പ്രശ്നമാണ്, എനിക്കും പ്രശ്നമാണ്. ഇവനെങ്ങനെ വിട്ടാക്കി ശരിയാവില്ല. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. പഠിച്ചോനെ, എൻ്റെ മകൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കേണ്ടി വന്നല്ലോ എനിക്ക്. ഷഫീഖേ, നീ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്നാ അമ്മാൻ്റെ കൂട്ടി ചോറിന്.